ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അതും വളരെ എളുപ്പത്തിലും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായി ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇപ്പോൾ എൻ്റെ 500 ml കപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് എടുക്കുന്നത്. അപ്പം 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സാധാ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് പോലെ എത്ര വെള്ളമാണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലും ഒട്ടും കട്ടകളില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല പഞ്ഞി പോലത്തുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുഴുങ്ങിയ പൊട്ടറ്റോ ആണ്. ഇപ്പം ഞാൻ ചെറിയ 2 പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി അതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മാവ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടാവില്ലേ, അതും നമ്മുടെ ദോശമാവും കൂടി മിക്സിയിലിട്ട് അരച്ചെടുത്താൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ചെറിയൊരു കളറിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് കണ്ടോ, ഒരു കട്ടയില്ലാണ്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്. ഇതിൽ കൂടാനോ കുറയാനോ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. ഇത് കറക്റ്റ് അളവാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമില്ലേ, അതൊരു സ്പൂണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരുപാട് അങ്ങ് നീട്ടി പരത്തേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം വലിപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ തീ ഒരുപാട് കൂട്ടിയിടേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് ഒരു സൈഡായി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു സൈഡ് നന്നായി വെന്ത ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ബാക്ക് സൈഡ് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് ഇതുപോലെ ബ്രൗൺ നിറമാക്കി എടുക്കണം. ഇപ്പം മറു സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഇപ്പം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അധികം സമയമൊന്നും എടുക്കില്ല. ആ പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കുന്ന സമയം മാത്രമേ എടുക്കത്തുള്ളൂ. നമ്മൾ രാവിലെ ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം നമുക്കിതൊന്ന് പുഴുങ്ങി ഫ്രിഡ്ജിൽ വെക്കാം, രാവിലെ സമയമില്ലാത്തവർക്ക്. ഇപ്പം നമ്മൾ ദോശയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നെയ്യൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ആ 1 കപ്പ് പൊടിക്ക് ഒരു 6 ദോശയോളം കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ ദോശയ്ക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. കറിയില്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ തൈര് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. തൈരിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഹെൽത്തിയും ടേസ്റ്റിയുമായി ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.